റൌഫ് പറഞ്ഞു 1963-74 കാലഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറേ ഉള്ളേനി. എന്നിട്ട് അത് കേട്ടിട്ട് ഈ രാജേഷും പിണറായി വിജയനൊക്കെ പറയാ 1963 കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറേ ഉള്ളേനി. അപ്പൊ നമ്മളൊക്കെ അത് അന്വേഷിച്ചപ്പോ 1960 കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറ്. ഇന്ന് ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകളോട് ചോദിക്കട്ടെ, 1963-74 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയന് സ്വന്തമായിട്ടുള്ള ട്രൗസറോ കോണോ ഉണ്ടോ സഖാക്കളെ? ഉണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ആ പിണറായി വിജയൻ എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് എവിടെ കിടക്കുന്നേ? പിണറായി വിജയന്റെ വീട് എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മക്കളെ, സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മക്കൾ പഠിച്ചു പുറത്തിറങ്ങി. പിന്നെ ഇവർ വലിയ മതത്തിന്റെ ആളുകളായിട്ട് പ്രസംഗിക്കും. ഞാൻ പറയട്ടെ, ഞാൻ ചെറുപ്പം മുതൽ ബാലസംഘത്തിൽ കൂടെ SFI കൂടെ DYFI കൂടെ മാർക്സിസ്റ്റുകാരനായ ആളാ. ഞാൻ മര്യാദക്ക് പള്ളിയിലൊന്നും പോകാത്ത ആളേനി. ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് പോയിട്ടുള്ള ആളുള്ളേനി. മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അമ്പലത്തിൽ പോണ്ട പള്ളി പോണ്ട അവര് പഠിപ്പിച്ചണ്ട. അത് താനുണ്ടാവില്ല. അതിൽ പ്രവർത്തിക്കുമ്പോ അവര് പറയണ്ട. അതിൽ പ്രവർത്തിക്കുമ്പോ ചെറുപ്പം മുതൽ അത് ടി കാംസന്റെ കാര്യമെല്ലാം പറഞ്ഞ്, KT ജലീലിന്റെ കാര്യമല്ല, PTR റഹീമിന്റെ കാര്യമല്ല. ചെറുപ്പം മുതൽ ബാലസംഘത്തിൽ കൂടെ SFI കൂടെ DYFI കൂടെ വരുന്ന ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും മുസ്ലിം സഹോദരന്മാരാണെങ്കിലും ഓലെ പഠിപ്പിക്കേണ്ട.